ഹരി ഓം. നാരായണീയം, ശ്രീമൻ നാരായണീയം, ദശകം 84, സമന്തക പഞ്ചയാത്ര. സമന്ത പഞ്ചയാത്ര, പഞ്ചകയാത്ര കേട്ടോ, സമന്ത പഞ്ചകയാത്ര. ക്വചിദധതപനോപരാഗകാലേ പുരിനിദധത്കൃതവർമ്മ കാമസൂനോ യദുകുലമഹിളാവൃതസുതീർത്ഥം സമുപഗതോസി സമന്തപഞ്ചകാഖ്യം. ക്വചിദധ തപനോപരാഗകാലേ പുരിനിദധത് കൃതവർമ്മ കാമസൂനോ യദുകുല മഹിളാവൃതസുതീർത്ഥം സമുപഗതോസി സമന്ത പഞ്ചകാഖ്യം. ബഹുതര ജനതാഹിതായ തത്ര ത്വമപി പുനൻ വിനിമജ്യ തീർത്ഥതോയം ദ്വിജഗണപരിമുക്ത വിത്തരാശിഃ സമമിളധാ കുരു പാണ്ഡവാദിമിത്രൈഃ. ബഹുതരജനതാഹിതായ തത്ര ത്വമപി പുനൻ വിനിമജ്യ തീർത്ഥതോയം ദ്വിജഗണ പരിമുക്തവിത്തരാശിഃ സമമിളധാ കുരു പാണ്ഡവാദിമിത്രൈഃ. തവ ഖലു ദയിതാ ജനൈഃ സമേതാ ദ്രുപദസുതാ ത്വയി ഗാഢ ഭക്തിഭാരാ തദുദിത ഭവതാ ഹൃദി പ്രകാരൈഃ അതിമുമുദേ സമമന്യഭാമിനീഭിः. മൂന്നാമത്തെ നാലാമത്തെ ലൈൻ. തദുദിത ഭവതാ ഹൃദി പ്രകാരൈഃ അതിമുമുദേ സമമന്യഭാമിനീഭിः. തദനു ച ഭഗവൻ നിരീക്ഷ്യ ഗോപാൻ അതികുതുകാത് ഉപഗമ്യമാനയിത്വാ ചിരതര വിരഹാതുരാംഗരേഖാ പശുപവധോ സരസം ത്വമന്വയാസി. വാക്കുകളൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സപദി ച ഭവദീക്ഷണോത്സവേന പ്രമുഷിത മാനഹൃദാം നിതംബിനീനാം അതിരസ പരിമുക്ത കഞ്ചുളീകേ പരിചയഹൃദ്യതരേ കുചേന്യലൈഷീഃ. അതിരസ പരിമുക്ത കഞ്ചുളീകേ പരിചയ ഹൃദ്യതരേ കുചേന്യലൈഷീഃ. രിപുജനകലഹൈ പുനഃപുനർമേ സമുപഗതൈര്യതി വിളംബനാഭൂത് ഇതി കൃത പരിരംഭണേ ത്വയി ദ്രാക്ക്. അതിവിവശാ ഖലു രാധികാ നിലില്യേ രിപുജനകലഹൈ പുനഃപുനർമേ സമുപഗതൈര്യതി വിളംബനാഭൂത് ഇതി കൃത പരിരംഭണേ ത്വയി ദ്രാക്ക്. അതിവിവശാ ഖലു രാധികാ നിലില്യേ. അപഗതവിരഹവ്യഥാസ്തദാതാ രഹസി വിധായ ദദാഥ തത്വബോധം പരമ സുഖചിതാത്മകോഹമാത്മേതി. ആത്മേതി നാക്കുക. പിന്നെ ഉദയതു വസ്ഫുടമേവ ചേതസീതി. മൂന്നാമത്തെ ലൈൻ മാത്രം അവിടെ ഒന്ന് നിർത്താൻ വേണ്ടി നമ്മൾ ഇതി നാക്കുന്നുണ്ട്. അഹമേ ആത്മേതി പരസുഖചിത ആത്മകോഹം ആത്മേതി എന്നാക്കിയിട്ട് പിന്നെ ത്യു വെട്ടിയിട്ട് ഉദയാന്നാക്കുക. ഉദയതു അത്രയേ ഉള്ളൂ അവിടെ. സുഖരസ പരിമിശ്രിതോ വിയോഗഃ കിമപി പുരാ ഭവദുദ്ധവോപദേശൈഃ. കിമപി പുരാ ഭവദ് ഉദ്ധവോപദേശൈഃ സമഭവദമുദ പരം തു താസാം പരമ സുഖൈക്യമയീ ഭവദ്വിചിന്താ. മുനിവരനിവഹൈസ്തവാധ പിത്രാ
ദുരിതശമായ ശുഭാനി പൃച്യമാനൈ ത്വയി സതി കിമിദം ശുഭാന്തരൈരിതി. ശുഭാന്തരൈരിതി എന്നാക്കണം. പിന്നെ ഇത്യു വിട്ടിട്ട് ഒരു ഹസിതൈരഭിയാചിതസ്തദാസൗ പിരിച്ചെന്നേ ഉള്ളു കേട്ടോ, ഒന്നിച്ച് വായിക്കേണ്ടവർക്ക് കുഴപ്പമില്ല. മുനിവര നിബഹൈസ്തവാധപിത്ര ദുരിതശമായ ശുഭാനി പൃച്യമാനൈ ത്വയി സതി കിമിദം ശുഭാന്തരൈരിത്യുരുഹസിതൈരഭിയാചിതസ്തദാസൗ അങ്ങനെയും വായിക്കാം. സുമഹദീയജനേ വിതായമാനേ പ്രമുദിതമിത്രജനേ സഹൈവ ഗോപാ യദുജനമഹിതാസ്ത്രീമാസമാത്രം ഭവദനുഷങ്കരസം പുരേവ ഭേജുഃ. സുമഹതി യജനേ വിതായമാനേ പ്രമുദിത മിത്രജനേ സഹൈവ ഗോപാഃ യദുജന മഹിതാ സ്ത്രീമാസമാത്രം ഭവദനുഷങ്കരസം പുരേവ ഭേജുഃ. വ്യപഗമസമയേ സമേത്യ രാധാം ദൃഢമുപഗുഹ്യ നിരീക്ഷ്യ വീതഖേദാം പ്രമുദിതഹൃദയ പുരം പ്രയാതഃ പവനപുരേശ്വര പാഹി മാം ഗതേഭ്യഃ. ആ സമന്ത പഞ്ചകത്തിൽ വെച്ച് എല്ലാവരും തമ്മിൽ കൂടി കാണുമ്പോൾ അവിടെ ഗോപന്മാരും ഗോപികമാരും ഒക്കെ വന്നു ചേർന്നിട്ടുണ്ട് കൃഷ്ണൻ വരുന്നത് അറിഞ്ഞിട്ട്. അപ്പോൾ അവിടെ നിന്ന് എല്ലാം പഴയ കഥകളൊക്കെ അയവിറക്കി തിരിച്ചു പോകുന്ന കൃഷ്ണൻ വ്യപഗമ സമയേ തിരിച്ചു പോകേണ്ട സമയം വന്നപ്പോൾ സമേത്യ രാധാം എന്നൊരു വാക്ക് ഭട്ടതിരി ഇവിടെ എഴുതി ചേർത്തിട്ടുണ്ട്. അത് ഭാഗവതത്തിൽ ഇല്ലാത്തതാണ്. രാധയെ കൃഷ്ണൻ മറന്നുവോ എന്ന് ചോദിക്കുന്നവർക്ക് ഭട്ടതിരിയെ ഉദ്ധരിച്ച് നമുക്ക് ഇത്രയും പറയാം, ആശ്വസിക്കാം. രാധയെ കൃഷ്ണൻ മറന്നിട്ടില്ല എന്ന് ഭട്ടതിരി പറഞ്ഞിട്ടുണ്ടല്ലോ. വ്യാസൻ അതിനകത്ത് പറഞ്ഞിട്ടില്ലാത്തതിൻ്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. ഏതോ ഭാഗവത ഭാഗങ്ങൾ വായിച്ചപ്പോഴാണെന്ന് തോന്നുന്നു, പഠിപ്പിച്ചപ്പോഴാണെന്ന് തോന്നുന്നു പറഞ്ഞിരുന്നു. എന്താ, രാധയെക്കുറിച്ച് പറയാനാണെങ്കിൽ ആ ഭാഗവതം എഴുത്തുണ്ടാവുകയില്ല. വ്യാസൻ രാധയെക്കുറിച്ചും രാധാകൃഷ്ണ ആ പ്രണയത്തെക്കുറിച്ചും രാധാകൃഷ്ണ സ്നേഹത്തെക്കുറിച്ചും അവരുടെ ആ അടുപ്പത്തെക്കുറിച്ചും മാത്രമേ വർണ്ണിക്കാൻ കഴിയും. മധുരതരമായ ആ സ്നേഹത്തിനെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ വ്യാസന് വാക്കുകൾ ഇല്ലാതെയാകും. അതുകൊണ്ടാണ് വ്യാസൻ പറയാതിരുന്നതെന്ന് ഒരു ഭാഷ്യമുണ്ട്. അതുകൊണ്ട് ഭട്ടതിരി അത് വിസ്മരിക്കാതെ, രാധയെ വിസ്മരിക്കാതെ, അത്യാവശ്യം ആ സ്യമന്ത പഞ്ചകത്തിൽ വെച്ചാണ് അവർ അവസാനം തമ്മിൽ കാണുന്നത്. ആ സമയത്ത് രാധയെ കൃഷ്ണൻ പ്രത്യേകം പരിഗണിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. വ്യപഗമ സമയേ സമേത്യ രാധാം ദൃഢമുപഗുഹ്യ നിരീക്ഷ്യ വീതഖേദാം പ്രമുദിത ഹൃദയ പുരം പ്രയാതഃ പവനപുരേശ്വര പാഹി മാം ഗതേഭ്യഃ. ഹരി ഓം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ.